നമുക്കിന്ന് ഒരു മാക്രോണി ഉണ്ടാക്കുന്ന റെസിപ്പി കണ്ടാലോ? ഇന്നിപ്പോൾ അതിൻ്റെ റെസിപ്പി തന്നെ ഉള്ളൂ കേട്ടോ. ഞാനത് മാക്രോണി വേവിച്ച് വെച്ചു. തിളച്ച വെള്ളത്തിലിട്ട് അതൊന്ന് വേവിച്ചെടുത്തു. അതിന് വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വലിയ ഉള്ളി, മല്ലിയില, കറിവേപ്പില, ഇതൊക്കെ ഇട്ടു. പുതിനയില്ല കേട്ടോ. തക്കാളി അരിഞ്ഞ് വെച്ചു. പിന്നെ പൊടികളായിട്ട് മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല കേട്ടോ, കുറച്ച് ഉപ്പ്, ഇത്രയും എടുത്തിട്ടുള്ളൂ. ഒരു പാൻ വെച്ചു. പാനിലേക്ക് അത്യാവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കേട്ടോ. ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ നമ്മുടെ ഉള്ളി അതിലേക്ക് ഇടുക കേട്ടോ. ഇന്നിപ്പോൾ വേറെ വീഡിയോസൊന്നും ഇല്ല കേട്ടോ. കാരണം നോമ്പ് തുറൻ്റെ വീഡിയോസ് വേറെ ഒന്നുമില്ല. കാരണം എന്താണെന്നറിയോ? ഇത് ഞാൻ ഉണ്ടാക്കണത് രാത്രി 8 മണിക്കാണ് കേട്ടോ. ഒന്ന് നോമ്പ് തുറക്കുമ്പോൾ ഒരു വെള്ളം മാത്രമേ കുടിച്ചിട്ടുള്ളൂ. സ്നാക്സ് ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. കാരണം മക്കളെ എൻ്റെ ഗ്യാസ് കഴിഞ്ഞു. ഗ്യാസ് കഴിഞ്ഞിട്ട് ഗ്യാസ് പുറത്തുണ്ട്, പക്ഷെ അത് ഉള്ളിലേക്ക് എത്തിയിട്ട് അത് ഫിറ്റ് ചെയ്യണ്ടേ. അത് ഉള്ളിലേക്ക് എത്തിക്കിട്ടണ്ടേ. ഫിറ്റ് ചെയ്ത് പിന്നെയും ചെയ്യാമായിരുന്നു. ഉള്ളിലേക്ക് എത്താൻ ഭയങ്കര പ്രയാസമാണ്, കാനും ഉണ്ടല്ലോ. അപ്പോൾ ഇക്ക വന്നില്ലല്ലോ, ഇക്ക വന്നിട്ടുണ്ടായില്ല. അപ്പോൾ അത് കിട്ടാൻ നേരം വൈകിപ്പോയി. ഇക്ക വന്നത് വാങ്ങി കൊടുക്കാനുമ്പോൾ ഒരു 6:15 ആകുമ്പോഴാണ് വന്നത്. അപ്പോൾ ഞാൻ വെള്ളം റെഡിയാക്കി വെച്ചു. ജ്യൂസൊക്കെ റെഡിയാക്കി ഷേക്കും എല്ലാം ഉണ്ടാക്കി വെച്ചു. പിന്നെന്താ, എന്നിട്ട് കാരക്കയും കൊണ്ട് അങ്ങനെ നോമ്പ് തുറന്നു കേട്ടോ. അതുകൊണ്ട് ഇന്ന് വലിയ വിശേഷം അതില്ല, ഡീറ്റെയിൽ വീഡിയോസൊന്നും ഇല്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് നാളേക്ക് സെറ്റാക്കാം. അങ്ങനെ പിന്നെ ഇക്ക വന്ന് ഞങ്ങൾ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞ് ഇക്കാൻ്റെ കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഗ്യാസ് ഫിറ്റ് ചെയ്തത്. പിന്നെ ഇപ്പോൾ ആവശ്യമില്ലല്ലോ, ഞങ്ങൾ വെള്ളം കുടിച്ച് വയറ് നിറച്ചു. എന്നിട്ടാണ് ഞാൻ മാക്രോണി ഉണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ചോറിന് വെള്ളം വെച്ചപ്പോൾ വേഗം അടുപ്പ് കത്തിച്ചതുകൊണ്ട് വേഗം ചപ്പാത്തി ഉണ്ടാക്കി വെച്ചു കേട്ടോ. പിന്നെ കുറച്ച് ബീഫ് കറിയൊക്കെ ഉണ്ടാവും, ഗ്രീൻ പീസിൻ്റെ കറിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും കാണിക്കില്ല. അതുകൊണ്ട് പിന്നെ ഫുഡിൻ്റെ കാര്യമില്ല. എന്നാൽ ഈ മാക്രോണിയൊക്കെ ഉണ്ടാക്കണം, പഴംപൊരി ഉണ്ടാക്കണം എന്നൊക്കെ കലക്കി വെച്ചൊക്കെ ഉണ്ടായിരുന്നു. ഗ്യാസ് ഇത്ര പെട്ടെന്ന് കഴിയുമെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം ഒരുപാട് ഉപയോഗിച്ചു. പിന്നെ ഗ്യാസ് കഴിയാമെന്നറിയാൻ വേണ്ടി ഗ്യാസ് നിറച്ച് വേറെ കുറ്റി നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എനിക്ക് ഫിറ്റ് ചെയ്യാൻ അറിയുകയാണെങ്കിലും അത് ഉള്ളിലേക്ക് കയറ്റണ്ടേ, പുറത്തായിരുന്നു ഇരിക്കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിന് പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് മാക്രോണിയിൽ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മുടെ അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ രാത്രി പിന്നെ ഇക്കനെ വീഡിയോ എടുത്ത് തരുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കണോ ഇക്ക വീഡിയോ എടുത്ത് തരികയാണ്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഉള്ളി നല്ല വാടി വന്നപ്പോൾ മുളക് പൊടിയും ഇട്ടു, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഞാൻ പറഞ്ഞ ആ പൊടികളൊക്കെ ഇട്ടു. ഗരം മസാല കുറച്ചേരം ചിക്കൻ മസാലയൊക്കെ ഇട്ടു കേട്ടോ. എന്നിട്ട് നന്നായി ഇളക്കണം. പച്ചമണം നന്നായി മാറിക്കിട്ടണം കേട്ടോ. നമ്മൾ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായി മാറിക്കിട്ടണം. ഞാൻ മാക്രോണിനെ തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇക്ക തന്നെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മുട്ടയൊക്കെ പൊട്ടിച്ച് അതിൽ ഒഴിച്ച് തരുന്നുണ്ട് കേട്ടോ ഇക്ക. പിന്നെ നന്നായി ഞാൻ ഇളക്കിയെടുത്തു. ഇക്ക മുട്ട പൊട്ടിച്ച് ഇളക്കി തന്നപ്പോൾ ഞാനത് നന്നായി ഇളക്കിയെടുത്തു. കൈവിടാതെ ഇളക്കണമല്ലോ, മുട്ടേനെ അടി പിടിക്കുമല്ലോ പറഞ്ഞിട്ട് മുട്ട ഒഴിച്ച് നന്നായിട്ട് എനിക്കത് സെറ്റാക്കി തരും. ഇക്കനെ ഇളക്കി തരുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ ഇളക്കും, ഇടയ്ക്ക് ഇക്ക ഇളക്കും, അങ്ങനെ കേട്ടോ. പിന്നെ കണ്ടോ, അത് നന്നായി ഇളക്കി സെറ്റായ ശേഷം നമ്മുടെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാക്രോണി ഇല്ലേ, ആ മാക്രോണി അതിലേക്ക് കൊട്ടുക കേട്ടോ. മാക്രോണി എന്താ അതിന് പറയാം, മാക്രോണി എന്നല്ലേ പറയുക. അതായിരിക്കും. ആ വെള്ളത്തോടെ ഒഴിക്കണം കേട്ടോ. വേവിച്ച് വെച്ചാൽ ആ വെള്ളത്തോടെ ഒഴിക്കാം. കാരണം ഇതിൽ കടന്നൊന്ന് അത് കുതിർന്ന് റെഡിയായി വരണമല്ലോ, സെറ്റായി വരുന്നല്ലോ. വെള്ളം ഇല്ലാണ്ടായി അത് അങ്ങനെ എന്താ പറയുക, ഡ്രൈ ആയി ഒരു വലിയ ടേസ്റ്റ് ഉണ്ടായില്ല. ഒന്നും കൂടി ആറിയ അതൊരു ഇതാകുമ്പോൾ ഇങ്ങനെ നമുക്ക് സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഫോർക്ക് കൊണ്ട് ഇങ്ങനെ കുത്തി കഴിക്കാമല്ലോ. എനിക്ക് നല്ല ഇഷ്ടമുണ്ട് ഇത്. എനിക്ക് കുട്ടിക്ക് നല്ല ഇഷ്ടമാണ്. ഇക്കാക്ക് വലിയ താല്പര്യമില്ല, എന്നാലും എനിക്ക് കുറേശ്ശെയൊക്കെ കഴിക്കും. പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമുണ്ട്. ചിക്കനൊക്കെ ഇട്ട് ഉണ്ടാക്കി നന്നായിട്ടുണ്ടാവും. ചിക്കനില്ല, ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ മേടിക്കാൻ പറഞ്ഞപ്പോഴല്ലേ നോമ്പ് തുറ കഴിഞ്ഞപ്പോൾ ഒക്കെ ബീഫും ചിക്കനൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് മതി വേണ്ടിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു. പിന്നെ അതായിരിക്കും സോസ് ഇല്ലേ, ടൊമാറ്റോ സോസ് ഒഴിച്ചു. എന്നിട്ട് നന്നായി ഇളക്കുക. പിന്നെ സോയാ സോസ് ഒഴിക്കുക കേട്ടോ. ചില്ലി സോസ് വേണമെങ്കിൽ ഒഴിച്ചാൽ മതി, ഞാനത് ഒഴിക്കാറില്ല. കൂടുതലും ഞാൻ സോയാ സോസും ടൊമാറ്റോ സോസാണ് എല്ലാത്തിലും ഒഴിക്കാറ്. മുട്ട ഗ്രേവിയൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാനത് ഒഴിക്കും. പിന്നെ സോയാ സോസ് കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. ടൊമാറ്റോ സോസ് ഒഴിക്കാൻ അത്ര ഒഴിക്കരുത്. കുറച്ച് അതിൻ്റെ ഒരു ഫ്ലേവറും അതിൻ്റെ ഇത് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് ഒഴിച്ചാൽ മതി. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് അതിന് ആവിയിൽ കിടന്ന് വെന്ത് സെറ്റായി വരണം. ആ വെള്ളമൊക്കെ വറ്റിയിട്ട് കേട്ടോ. ആ വെള്ളം മൊത്തം വറ്റിയിട്ട് വന്നാൽ നമ്മുടെ മാക്രോണി ഇവിടെ റെഡിയാവും കേട്ടോ. കണ്ടോ, പക്ഷേ ഇപ്പോൾ കളറൊക്കെ കണ്ടോ. പക്ഷെ നന്നായി ഇളക്കിയിട്ട് എല്ലാ ഗ്രേവിയും അതിൻ്റെ എല്ലാം സെറ്റായി പിടിച്ച ശേഷം നന്നായിട്ട് ഇളക്കണം കേട്ടോ. അപ്പുറത്ത് മകൾ അവർക്കനൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അവൾക്കത് വേവിച്ചപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട് ഓരോന്നോരോന്ന് കഴിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. ഫുട്ടി അങ്ങനെ അതാണ്ടോ ഇളക്കിയും നിൽക്കുകയാണ്, നന്നായിട്ട് ഇളക്കുന്നത്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോസൊക്കെ ഒഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളിതാ നോമ്പ് നിസ്കാരവും ഖുർആൻ്റെ ഓതലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇത് കഴിച്ചു. പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് ചപ്പാത്തിയൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ മാക്രോണി ഇവിടെ സെറ്റായിട്ടോ. ആ വെള്ളമൊക്കെ കണ്ടോ, വെള്ളം കംപ്ലീറ്റ് വറ്റി കുഴമ്പൻ രൂപത്തിലായി. വെള്ളമില്ല, തീരെ വെള്ളമില്ലാണ്ട് നമ്മളത് വേവിച്ച് ഊറ്റി വയ്ക്കുമല്ലോ. ചിലർ ഊറ്റി വെച്ചിട്ട് ഉണ്ടാക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത് ഇഷ്ടമല്ല കേട്ടോ.
അത് ഡ്രൈ ആയിട്ടുണ്ടാവും. അത് വലിയ താല്പര്യമില്ല. ഒന്നും കൂടി ആറുമ്പോൾ കുറച്ചും കൂടി ബലം വെച്ച പോലെ ഉണ്ട്. ഇതാകുമ്പോൾ ഇങ്ങനെ കുഴമ്പനായിട്ട് ഇങ്ങനെ കുത്തി കുത്തിയൊക്കെ കഴിക്കാൻ നല്ല രസമുണ്ടാവും കേട്ടോ. അങ്ങനെ ഇതാ മാക്രോണി വെള്ളമൊക്കെ റെഡിയായി. കുറച്ച് വെള്ളമൊക്കെ വറ്റി കുഴമ്പനായിട്ട് നമ്മുടെ ഗ്രേവി പോലെ ആയിട്ട് എല്ലാ മസാലയും മുട്ടയൊക്കെ അതിൽ സെറ്റായിട്ടോ. എന്നിട്ട് ഞങ്ങൾ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സപ്പോർട്ടൊക്കെ ചെയ്യും. ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബായ്.